ഹായ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ജൂലൈ മാസം ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ജൂലൈയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് ഓണക്കാലവും കൂടെ നോക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരും ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഓണക്കാലം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഓണപ്പൂക്കളമാണ്. പൂക്കൾ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ബന്ദിപ്പൂവ്. അപ്പൊ നമുക്ക് ഇപ്പോ ബന്ദി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണക്കാലം ആകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ ബന്ദിപ്പൂ പറിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഓണത്തിന് നമ്മൾ സാമ്പാർ, അവിയൽ അതൊക്കെയാണ് വെക്കുന്നത്. അപ്പൊ സാമ്പാറിലൊക്കെ ഇടാനായിട്ട് നമുക്ക് ഏറ്റവും വേണ്ടത് വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ ഇതൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ മഴക്കാല കൃഷി എന്ന രീതിയിൽ നമ്മൾ വെണ്ടയൊക്കെ മെയ് മാസം അവസാനം ആയപ്പോൾ ജൂൺ മാസം ആദ്യമൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട്. അപ്പൊ ഓണക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടംപോലെ വെണ്ടയ്ക്കായ, വഴുതനങ്ങായ ഇതെല്ലാം പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. തക്കാളി മഴക്കാലത്ത് അധികമായിട്ടുണ്ടാകില്ല, എങ്കിലും നമ്മൾ നേരത്തെ നട്ട തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തക്കാളിക്കൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഓണക്കാലത്തേക്ക് തക്കാളിക്കയും പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യാവുന്ന മറ്റൊരു പച്ചക്കറി ഇനമാണ് പച്ചമുളക്. പച്ചമുളക് തയ്യൊക്കെ കിളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പറിച്ചു നട്ടാൻ പറ്റിയ സമയമാണ്. നേരത്തെ നട്ടിട്ടുള്ള പച്ചമുളക് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ധാരാളം പച്ചമുളക് നമുക്ക് പറിച്ചെടുക്കാനായിട്ടും സാധിക്കും. നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് പച്ചപ്പയർ. പയറിന് പലതരമുണ്ട്. അർക്കമംഗള, ലോലപ്പയർ, കാർകൂന്തല്, പിന്നെ പലതരത്തിലുള്ള കുറ്റിപ്പയർ. ഇതെല്ലാം നമുക്ക് മഴക്കാലത്ത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ജൂലൈ മാസത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് കുമ്പളം, മത്തൻ തുടങ്ങിയവ. ഈ സമയത്ത് നമ്മൾ മുളപ്പിക്കുന്ന പച്ചക്കറി തൈകളൊക്കെ നമ്മൾ ഷെയ്ഡിൽ ആയിട്ട് വെച്ച് വേണം മുളപ്പിക്കാനായിട്ട്. അതായത് നമുക്ക് കുറച്ചെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന ഷെയ്ഡിൽ വെക്കണം. ഇല്ലെങ്കിൽ അത് മുളച്ചു തുടങ്ങുമ്പോൾ തന്നെ വെള്ളമൊക്കെ തല്ലി അലച്ച് അതിൽ വീണിട്ട് പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകാനായിട്ട് ഇടയാകും. കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി വെച്ചില്ലെങ്കിൽ ഈ ചെറുതിലെ ഉണ്ടാകുന്ന ഈ തൈ പൊക്കം വെച്ച് പോകും. അതിന്റെ തണ്ട് വണ്ണം വെക്കുന്നതിന് മുമ്പ് അത് പൊക്കം വെച്ച് പോയി കഴിഞ്ഞാൽ തൈയെല്ലാം മറിഞ്ഞു പോകാനായിട്ടും ഇടവരും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വേണം പുതിയ തൈയൊക്കെ കിളിപ്പിക്കാനായിട്ട്. പിന്നെ നമുക്കിപ്പോൾ നട്ട് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക്, വഴുതനയ്ക്ക് അങ്ങനെയുള്ള നമ്മുടെ എല്ലാ വിളകൾക്കും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ജൈവ വളങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഇഞ്ചി, ചേമ്പ്, ചേന തുടങ്ങിയ നട്ടിട്ടുള്ളവർക്ക് ഇപ്പോൾ വളം ചെയ്യാൻ പറ്റിയ സമയമാണ്.